Hello guys, welcome to Once. So, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഓസിലേറ്റർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ. ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് എന്ത് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്കൊരു വേവ് ഫോം ജനറേറ്റ് ചെയ്യണം. സോ ആ വേവ് ഫോം ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ബേസിക്കലി ഓസിലേറ്റേഴ്സ്. സോ ഓസിലേറ്റേഴ്സിന് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് ഏതാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഓസിലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫയർ ആപ്ലിക്കേഷനിലാണ് നമ്മൾ മെയിൻലി നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. ഹിയർ വി ആർ യൂസിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒരു കേസ് നമുക്ക് നോക്കാം. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും സെയിം ഫേസിലായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടും ഫീഡ്ബാക്ക് സിഗ്നലും സെയിം ഫേസ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. സോ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ദിസ് ഈസ് പ്ലസ് ആൻഡ് ദിസ് ഈസ് ഫീഡ്ബാക്ക് സിഗ്നൽ ആൻഡ് ഇറ്റ് ഈസ് ഇൻ സെയിം ഫേസ്. സോ രണ്ടും കൂടെ ആഡപ്പ് ആയിട്ടാണ് നെറ്റ് ഇൻപുട്ട് സിഗ്നൽ നമുക്ക് ആംപ്ലിഫയറിലേക്ക് വരുന്നത്. സോ ഇതാണ് ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറിൽ നിന്നാണ് നമ്മൾ ഫീഡ്ബാക്ക് സിഗ്നൽ എടുക്കുന്നത്. സോ അതൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഇൻപുട്ട് സൈഡിലേക്ക് വരികയാണ്. ഇൻപുട്ട് സൈഡിൽ ഈ ഫീഡ്ബാക്ക് സിഗ്നലും നമ്മുടെ ഇൻപുട്ട് സിഗ്നലും കൂടെ നമ്മൾ എന്താ ചെയ്യുക? ഒരു മിക്സറിൽ കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ആ ഔട്ട്പുട്ടാണ് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് വരുന്നത്. ഇതാണ് ഒരു ജനറൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ ഓസിലേറ്റേഴ്സിന്റെ കേസിൽ എന്താണ്? ഇൻപുട്ട് സിഗ്നലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ഇൻപുട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? ഈ ഒരു ആംപ്ലിഫയറും ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ഇതൊരു ലൂപ്പ് പോലെയാണ് ആക്ട് ചെയ്യുക. ലൂപ്പ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഒരു ഓസിലേറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ആംപ്ലിഫയർ ഉണ്ടാവും, ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി അത് നേരെ ഫീഡ്ബാക്ക് ചെയ്ത് ഇതിലേക്ക് വരും. അഗെയിൻ ഇൻപുട്ട് സൈഡ് ഓഫ് ദി ആംപ്ലിഫയർ ആയിരിക്കും വരിക. നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഇൻപുട്ട് 0 ആയതുകൊണ്ട് തന്നെ ഒരു ആംപ്ലിഫയറിന്റെ കേസിൽ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. സോ ഫോർ ആൻ ആംപ്ലിഫയർ ദ ഗെയിൻ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ബിക്കോസ് ഔട്ട്പുട്ട് ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യും. ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യും ഔട്ട്പുട്ട്. പക്ഷെ ഇൻപുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് 0 ആണ്. സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് 0 ആയതുകൊണ്ട് തന്നെ ഓസിലേറ്ററിന്റെ കേസിൽ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഇതാണ് ഒരു ഓസിലേറ്ററിന്റെ സ്ട്രക്ചർ. ഇനി നമ്മളൊരു ഓസിലേറ്ററിന്റെ വേവ് ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേവ് ഫോം സസ്റ്റെയിൻഡ് ആയിരിക്കണം. ഒരു ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സസ്റ്റെയിൻഡ്. അത് വേവ് ഫോം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയം നമ്മൾ എടുത്തു കഴിഞ്ഞാലും വേവ് ഫോം എന്തായിരിക്കണം? സസ്റ്റെയിൻഡ് ആയിരിക്കണം. സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഏത് ടൈം എടുത്താലും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ലെവൽ നിങ്ങൾ നോക്കിയേ, പീക്ക് ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും സസ്റ്റെയിൻഡ് ഓസിലേഷൻ വരിക. ഓക്കെ, പക്ഷേ ചില കേസുകളിൽ ഓസിലേഷൻസ് സസ്റ്റെയിൻഡ് ആവില്ല, ഡാംപ്ഡ് ഓസിലേഷൻസ് ആയിരിക്കും. ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി നല്ല ആംപ്ലിറ്റ്യൂഡ് ഉള്ള വേവ് ഒക്കെ ജനറേറ്റ് ചെയ്യും, പിന്നീട് ആംപ്ലിറ്റ്യൂഡ് എന്താ ചെയ്യുക? ടൈമിനനുസരിച്ച് കുറയാണ് ചെയ്യുക. അപ്പൊ ഡാമ്പിങ് ആണ് നടക്കുന്നത്. സോ ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് എന്താവും? 0 ആയിട്ട് മാറും. സോ ആംപ്ലിറ്റ്യൂഡ് വിൽ ബിക്കം 0 ആഫ്റ്റർ സം ടൈം ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഓസിലേഷൻ ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. അപ്പൊ നമുക്ക് ഈ ഡാംപ്ഡ് ഓസിലേഷൻസ് ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്തൊരു കേസാണ്. നമുക്ക് വേണ്ടത് സസ്റ്റെയിൻഡ് ഓസിലേഷൻ ആണ്. സോ ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ ദ ഔട്ട്പുട്ട് amplitude will be constant at any time. So sustained oscillation produce ചെയ്യാൻ വേണ്ടി ഓസിലേറ്റർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ ആണ് ബാർഖോസൻ ക്രൈറ്റീരിയ. സോ ഓസിലേറ്റർ ഷുഡ് സാറ്റിസ്ഫൈ ബാർഖോസൻ ക്രൈറ്റീരിയ ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. സസ്റ്റെയിൻഡ് ഓസിലേഷന് വേണ്ടിയിട്ട് ഓസിലേറ്റർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ ആണ് എന്ത്? ബാർഖോസൻ ക്രൈറ്റീരിയ. സോ ബാർഖോസൻ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഞാൻ പറയാം. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഏത് ഫീഡ്ബാക്ക് ആണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ഗെയിനിന്റെ എക്സ്പ്രഷൻ എന്താ?
ആഫ്റ്റർ ഫീഡ്ബാക്ക് ഗെയിനിന്റെ എക്സ്പ്രഷൻ എന്താണ്? എ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ബി ടി ആണ്. എ ഡിവൈഡ് ബൈ 1 മൈനസ് എ ബി ടി ആണ് ഇതിന്റെ ഗെയിന്. അപ്പൊ ഒരു ഓസിലേറ്ററിന്റെ കേസിൽ ഗെയിനിന്റെ വാല്യൂ എന്താ വേണ്ടത്? ഇൻഫിനിറ്റി ആണ് വേണ്ടത്. ഗെയിൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എ ഡിവൈഡഡ് ബൈ 0. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ 0 ആവണം. ഡിനോമിനേറ്റർ 0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ ബീറ്റ ഇസ് ഈക്വൽ ടു 0. സോ 1 മൈനസ് എ ബീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minus a beta is equal to 0. That means a beta is equal to a beta മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇനി നമ്മളൊരു ലൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിന്റെ ആംഗിൾ എന്തായിരിക്കണം? 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. സോ എ ബീറ്റ ഈക്വൽ ടു 1 ആംഗിൾ 0 ഡിഗ്രി അല്ലെങ്കിൽ എ ബീറ്റ ഈക്വൽ ടു 1 ആംഗിൾ 360 ഡിഗ്രി ആണ് നമ്മുടെ ബാർക്കോസൻ ക്രൈറ്റീരിയ. നമ്മുടെ ലൂപ്പ് ഗെയിൻ എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. ആംഗിൾ നമ്മൾ ആ മൊത്തത്തിൽ ആ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. സോ ദിസ് ക്രൈറ്റീരിയ ഈസ് നോൺ ആസ് ബാർക്കോസൻ ക്രൈറ്റീരിയ. സോ ബാർക്കോസൻ ക്രൈറ്റീരിയ ആണ് സസ്റ്റൈൻഡ് ഓസിലേഷന് വേണ്ടിയിട്ട് ഒരു ഓസിലേറ്റർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ. ഓക്കെ, ഇനി ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വേവ് ഫോം ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സോ ഈ ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിന് എന്താ ഉള്ളത്? അതിനൊരു ഷേപ്പ് ഉണ്ടാവാം. ആ വേവ് ഫോമിന് എന്തുണ്ടാവും? ഫ്രീക്വൻസി ഉണ്ടാവാം. സോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിന്റെ ഷേപ്പ് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓസിലേറ്റേഴ്സിനെ സൈനുസോയിഡൽ ഓസിലേറ്ററും അതുപോലെ തന്നെ നോൺ സൈനുസോയിഡലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സൈനുസോയിഡൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വേവ് ഫോം സൈനുസോയിഡൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി നോൺ സൈനുസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് സൈനുസോയിഡൽ ആയിരിക്കില്ല, വേറെ ഷേപ്പ് ആയിരിക്കും. വേറെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ആവാം, പൾസ് ആവാം. ഓക്കെ, സോ അങ്ങനത്തെ കേസ് ഏതൊക്കെയാണ്? നമ്മളെ മൾട്ടി വൈബ്രേറ്ററിലൊക്കെ നമ്മൾ പൾസ് ഒക്കെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുക. UJT റിലാക്സേഷൻ ഓസിലേറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നും വേവ് ഫോം എന്തല്ല? സൈനുസോയിഡൽ അല്ല. അപ്പൊ നോൺ സൈനുസോയിഡൽ ആണ് ഓസിലേറ്റേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ആ മേക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എക്സാമ്പിൾ മൾട്ടി വൈബ്രേറ്റർ, UJT ഓസിലേറ്റർ ഒക്കെ ഏതാണ്? നോൺ സൈനുസോയിഡൽ ആണ്. പക്ഷെ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് ആണ്. സോ വേവ് ഫോം ഷേപ്പ്, ഔട്ട്പുട്ട് വേവ് ഫോം ഷേപ്പ് എന്തായിരിക്കും? സൈനുസോയിഡൽ ആയിരിക്കും. ഇനി ഈ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിന്റെ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി മേ ബി ലോ ഫ്രീക്വൻസി ആവാം, അല്ലെങ്കിൽ എന്താവാം? ഹൈ ഫ്രീക്വൻസി ആവാം. അപ്പൊ അത് ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിന്റെ ഫ്രീക്വൻസി റേഞ്ചിനെ ബേസ് ചെയ്തിട്ട് അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് എന്നും ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോ ഫ്രീക്വൻസീസ് ഡിനോട്ടഡ് ബൈ LF ഓസിലേറ്റർ, ഹൈ ഫ്രീക്വൻസീസ് ഡിനോട്ടഡ് ബൈ HF. സോ ലോ ഫ്രീക്വൻസി ആണ് ഓഡിയോ ഓസിലേറ്റർ, ഹൈ ഫ്രീക്വൻസി ആണ് എന്ത്? റേഡിയോ ഓസിലേറ്റർ. ഓക്കെ, സോ ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് എന്ന് പറയുന്നത് ഹാർട്ട്ലി, കോൾപിറ്റ്സ്, ഇതൊക്കെ ഹൈ ഫ്രീക്വൻസി ആണ്. സോ ദിസ് ഈസ് ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയോ ഓസിലേറ്റർ ആണ്. സോ ദിസ് ഈസ് റേഡിയോ ഓസിലേറ്റർ ആൻഡ് ദിസ് ഈസ് ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ അല്ലെങ്കിൽ ഓഡിയോ ഓസിലേറ്റർ. അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഇത് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. അപ്പൊ ഫ്രീക്വൻസിയുടെ റേഞ്ച് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി ആണ്. സോ ആ ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RC ഫേസ് ഷിഫ്റ്റ്, വീൻ ബ്രിഡ്ജ്, ടിൻ ടി ഇതൊക്കെയാണ് വരുന്നത്. അതിൽ മെയിൻലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട രണ്ട് പേര് RC ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജും ആണ്. ഇനി റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് ഹാർട്ട്ലി വരുന്നുണ്ട്, കോൾപിറ്റ്സ് വരുന്നുണ്ട്, ക്ലാപ്പ്, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഒക്കെയാണ് ഹൈ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക, ഏത് റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ വിൽ പ്രൊഡ്യൂസ് സ്റ്റേബിൾ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ഫ്രീക്വൻസി ആണ്. ഹൈ ഫ്രീക്വൻസിയിൽ തന്നെ അത് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അത്രത്തോളം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. സോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ ഓരോ ഓസിലേറ്ററിന്റെയും ഡയഗ്രാം
അതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണ്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ അത് ഏത് ഫ്രീക്വൻസിയാണ്? അത് ലോ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡയഗ്രത്തിലേക്ക് പോവാം. സോ നമ്മൾ ആ ഒരു ഓസിലേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഓസിലേറ്ററിൽ ഒരു ആംപ്ലിഫയർ സെക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ ഉണ്ടാവും. സോ നമുക്ക് ഇവിടെ ഒരു ഓപ്പ് ആംപ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ആംപ്ലിഫയർ നിങ്ങൾ നോക്കുക. സോ ഇവിടെ പ്ലസ് ടെർമിനല് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇൻപുട്ട് വരുന്നത് എവിടെയാണ്? മൈനസിലാണ് വരുന്നത്. സോ ദിസ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ? ഇത് ഏത് ആംപ്ലിഫയർ ആണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റാ പ്രൊവൈഡ് ചെയ്യാം? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കേസിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. സോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിൽ പ്രൊഡ്യൂസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഇനി നമ്മുടെ മൊത്തം ലൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാർക്കോസൺ ക്രൈറ്റീരിയ അനുസരിച്ച് ഫേസ് ഷിഫ്റ്റ് എത്ര ആയിരിക്കണം? 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇത് 180 പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫീഡ്ബാക്ക് സ്ട്രക്ചർ എത്ര പ്രൊവൈഡ് ചെയ്യണം? ഫീഡ്ബാക്ക് സ്ട്രക്ചർ ആൾസോ 180 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യണം. എന്നാലാണ് മൊത്തം ലൂപ്പ് എടുക്കുമ്പോൾ 180 + 180 360 ഡിഗ്രി നമ്മളെ ബാർക്കോസൺ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യൂ. സോ നമ്മളെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 180 ഡിഗ്രി. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ എന്താ ഉള്ളത്? ഇവിടെ 3 RC നെറ്റ്വർക്ക് ആണ് ഉള്ളത്. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. അപ്പൊ 3 RC നെറ്റ്വർക്ക് ആണ് ഫീഡ്ബാക്ക് സ്ട്രക്ചറിൽ ഉള്ളത്. ആ 3 RC നെറ്റ്വർക്കും കൂടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു RC നെറ്റ്വർക്ക് എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും? ഒരു RC നെറ്റ്വർക്ക് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യാം. ഒരു RC നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? 60 ഡിഗ്രി. അങ്ങനെ 3 RC നെറ്റ്വർക്ക് ആണ് 3 × 60 ടോട്ടൽ എത്ര പ്രൊവൈഡ് ചെയ്യുന്നത്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. RC ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 3 RC നെറ്റ്വർക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ അത് 180 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ഏത് ആംപ്ലിഫയർ ആയിരിക്കും? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് വാല്യൂസ് ഞാൻ പറയാം. സോ ബാർക്കോസൺ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സോ ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത്, ഈ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഗെയിൻ ഇസ് ഈക്വൽ ടു 29 ആണ്. ആൻഡ് ബീറ്റ, അപ്പൊ ബീറ്റ എന്തായിരിക്കും? 1/29 ആയിരിക്കും. സോ എ ബീറ്റ ഈക്വൽ ടു 1 സാറ്റിസ്ഫൈ ചെയ്യണം. സോ ബീറ്റ നമുക്ക് എത്ര കിട്ടും? 1/29 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്തായിരിക്കും? 29 ആയിരിക്കും ആംപ്ലിഫയറിന്റെ ഗെയിന്. ഈ രണ്ട് വാല്യൂസും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. മറ്റേ വാല്യൂ അതിന്റെ എന്താണ്? ജസ്റ്റ് റെസിപ്രോക്കൽ ആണ്, 1/, ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രീക്വൻസി, ഇത് ജനറേറ്റ് ചെയ്യുന്ന വേവ് ഫോമിന്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/2π√6RC ആണ്. 1/2π√6RC 1/2π√6RC ആണ് എക്സ്പ്രഷൻ. ആറും സി എന്താണ്? ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ആണ് RC നെറ്റ്വർക്കിലെ. സോ 1/2π√6RC ഒരു ഫോർമുലയും ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയാണ്: ദ ഓസിലേറ്റർ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ഹാസ് ആൻ ഐഡിയൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ഇവിടെ ഒരു ഐഡിയൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻ ഹെർട്സ്. അപ്പൊ ഇതൊരു ആംപ്ലിഫയർ ആണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ആംപ്ലിഫയർ സെക്ഷൻ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഫീഡ്ബാക്ക് നോക്കുക. 3 RC നെറ്റ്വർക്ക് ഉണ്ട്. സോ സർക്യൂട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണ്. അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ ഈസ് 1/2π√6RC. സോ ഓപ്ഷൻ എ. ഓപ്ഷൻ ഡിയിലും അത് തന്നെയാണ്, ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ. ഡി പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, സെയിം ആൻസർ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, സോ 1/2π√6RC എന്നുള്ള ആൻസർ വേണം നിങ്ങൾ പിക്ക് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഓസിലേറ്റർ ആണ് വീൻബ്രിഡ്ജ് ഓസിലേറ്റർ. വീൻബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആംപ്ലിഫയർ സെക്ഷൻ ഉണ്ട്. പക്ഷെ ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ഇൻപുട്ട് വരുന്നത് എവിടെയാണ്?
പ്ലസ്സിലാണ് വരുന്നത്. മൈനസ് ടെർമിനലിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? മൈനസ് ടെർമിനലിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ മൈനസ് ടെർമിനലിൽ ഇൻപുട്ട് ഒന്നുമില്ല, പ്ലസ്സിലാണ് ഇൻപുട്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, പ്ലസ്സിലാണ് ഇൻപുട്ട് വരുന്നത്. സോ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത് ഏതിന്റെ കേസിൽ? വീൻ ബ്രിഡ്ജ് ആംപ്ലിഫയറിന്റെ കേസിൽ. ഇനി ഇതിന്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട് നോക്കുക. ഇതാണ് ഇതിന്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സീരീസ് ആർ സി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പാരലൽ ആർ സി ഉണ്ടാവും. ഒരു സീരീസ് ആർ സി ഉണ്ടാവും, ഒരു പാരലൽ ആർ സി ഉണ്ടാവും. ഈ ഒരു ബ്രിഡ്ജിനെ പറയുന്ന പേരാണ് വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രിഡ്ജിനെ പറയുന്നത് ഒരു സീരീസ് ആർ സി പിന്നെ ഒരു പാരലൽ ആർ സി, ആ ഒരു ബ്രിഡ്ജിനെ പറയുന്ന പേരാണ് വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഓസിലേറ്റർ ഈസ് കോൾഡ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. സോ സീരീസ് ആർ സി, പാരലൽ ആർ സി ഫീഡ്ബാക്കിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഐഡന്റിഫൈ ചെയ്യാം? വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഐഡന്റിഫൈ ചെയ്യാം. അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ കിട്ടുന്നത്, ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/2π RC ആണ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇത് ജനറേറ്റ് ചെയ്യുന്ന സൈനുസോയിഡൽ വേവ് ഫോമിന്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/2π RC ആണ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അനാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ, ബീറ്റ വിൽ ബി 1/3, സോ ദാറ്റ് എ വിൽ ബി 3. എ എന്തായിരിക്കും? 3 ആയിരിക്കും. ബീറ്റ എത്ര ആയിരിക്കും? 1/3 ആയിരിക്കും. സോ എയുടെയും ബീറ്റയുടെയും വാല്യൂ അറിഞ്ഞിരിക്കുക, ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ 1/2π RC അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ഒരു സർക്യൂട്ട് തന്നിട്ട് ഇത് ഏത് സർക്യൂട്ടാണ് ചോദിച്ചിട്ടുണ്ട്. ഒരു സർക്യൂട്ട് ഡയഗ്രാം, ദ കോൺഫിഗറേഷൻ ഓഫ് ദ ഫിഗർ ഈസ് ഏത് ടൈപ്പ് ഓസിലേറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, നമുക്കിവിടെ ഒരു ഓപ്പാം സർക്യൂട്ട് ഉണ്ട്. സോ ഇവിടെ മൈനസ് ടെർമിനല് ഇൻപുട്ട് റെസിസ്റ്റൻസ് വഴി ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഇൻപുട്ട്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്ലസ്സിലാണ് ഫീഡ്ബാക്ക് വഴി ഇൻപുട്ട് വരുന്നത്. സോ ദിസ് ആംപ്ലിഫയർ ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇതെന്താണ്? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ ദിസ് ആംപ്ലിഫയർ ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. പിന്നെ സീരീസ് ആർ സി ഉണ്ട്, ഇവിടെ ഒരു പാരലൽ ആർ സി ഉണ്ട്. സോ ദിസ് ഫോംസ് ദി വീൻ ബ്രിഡ്ജ്. സോ ദിസ് ഓസിലേറ്റർ, ഇത് ഏതാ സർക്യൂട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ, ദ സർക്യൂട്ട് ഇൻ ദ ഫിഗർ എംപ്ലോയ്സ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ഈസ് ഇന്റൻഡഡ് ടു ജനറേറ്റ് സൈനുസോയിഡൽ ഓസിലേഷൻ ഇഫ് അറ്റ് എ ഫ്രീക്വൻസി f0 ബി ഓഫ് എഫ് അല്ലെങ്കിൽ ബീറ്റ ഓഫ് എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. ബീറ്റ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു VF/V0, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/6 ആംഗിൾ 0 ഡിഗ്രി. 1/6 ആംഗിൾ 0 ഡിഗ്രി ആണ് ബീറ്റയുടെ വാല്യൂ. 1/6 ആംഗിൾ 0 ഡിഗ്രി. കാരണം ആ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഫേസ് ഷിഫ്റ്റ് വേറെ വരുന്നില്ല. ബിക്കോസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പൊ ആംപ്ലിഫയറിലും ഫേസ് ഷിഫ്റ്റ് ഇല്ല, ഫീഡ്ബാക്ക് സർക്യൂട്ടിലും ഫേസ് ഷിഫ്റ്റ് ഇല്ല. സോ 1/6 ആംഗിൾ 0 ഡിഗ്രി ആണ് ബീറ്റയുടെ വാല്യൂ. ദെൻ ടു സസ്റ്റെയിൻ ഓസിലേഷൻ അറ്റ് ദിസ് ഫ്രീക്വൻസി, ഈ ഒരു സസ്റ്റെയിൻഡ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ R2 ആൻഡ് R1? ഈ രണ്ട് റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. R2ഉം R1ഉം തമ്മിലുള്ള റിലേഷൻ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഈ ഡയഗ്രാം ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഏത് ഓസിലേറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ ഡയഗ്രാം നോക്കുക. ഇവിടെ നമ്മുടെ മൈനസ് ടെർമിനൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വഴി ഗ്രൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. പ്ലസ്സിലാണ് ഇൻപുട്ട് വരുന്നത്, ഫീഡ്ബാക്ക് വഴി പ്ലസ്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. സോ ദിസ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇവിടെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും ഉണ്ട്. ഓക്കെ, സോ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ബീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 1/6 ആംഗിൾ 0 ഡിഗ്രി ആണ്. ബീറ്റ ഈസ് 1/6 ആംഗിൾ 0 ഡിഗ്രി. സോ സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബാർഖോസൻ ക്രൈറ്റീരിയ ആണ് ഓർക്കേണ്ടത്. സോ സസ്റ്റെയിൻഡ് ഓസിലേഷന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ ബാർഖോസൻ ക്രൈറ്റീരിയ ആണ്. സോ ബാർഖോസൻ ക്രൈറ്റീരിയയിൽ എ ബീറ്റ എത്രയാണ്? 1 ആണ്.
ഇപ്പൊ ബീറ്റ 1/6 ആണെങ്കിൽ ഇഫ് ബീറ്റ ഈസ് 1/6 എയുടെ വാല്യൂ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് എ. ആംപ്ലിഫയറിന്റെ ഗെയിൻ 6. അപ്പൊ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ, ഇതിന്റെ ഗെയിൻ ആണ് 6. അപ്പൊ ഇത് എന്ത് ആംപ്ലിഫയർ ആണ്? ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പൊ ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് 6. അപ്പൊ ഇതൊരു ഓപ്പ് ആമ്പ് ബേസ് ചെയ്തിട്ടുള്ള നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അങ്ങനെയാണെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ യൂസിങ് ഓപ്പ് ആമ്പ്, വാട്ട് ഇസ് ദ ഗെയിൻ എക്സ്പ്രഷൻ? 1 + R2/R1. R2 ഫീഡ്ബാക്ക് റെസിസ്റ്റൻസും R1 എന്താണ്? ഇൻപുട്ട് റെസിസ്റ്റൻസും ആണ്. സോ ഗെയിൻ ഇസ് ഈക്വൽ ടു 1 + R2/R1. So 1 + R2/R1 is equal to 6. So what is R2/R1? R2/R1 is equal to എന്താണ്? 5 ആണ് വരിക. So what is R2? R2 is equal to 5 times R1. R2 is equal to 5 times R1. ഓപ്ഷൻ നോക്കിയേ, R2 is 5 times R1. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ R2 R1 റിലേഷൻ നമുക്ക് അതിന് കിട്ടി. R2 is equal to 5R1. വളരെ ക്ലിയർ ആണ്. പക്ഷെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആദ്യം വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ടൈപ്പ് സർക്യൂട്ട് ആണെന്ന് മനസ്സിലാക്കണം. ഇതിൽ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് മനസ്സിലാക്കണം. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 + R2/R1 ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ സസ്റ്റൈൻഡ് ഓസിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ പാർക്കോസൺ ക്രൈറ്റീരിയ ആണെന്നും ബീറ്റ 1/6 ആണെങ്കിൽ എ 6 ആണെന്നൊക്കെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ടൈപ്പ് ഓസിലേറ്ററിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്ററിൽ വരുന്ന ഒരു ഓസിലേറ്റർ ആണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഹാർട്ട്ലി ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഫീഡ്ബാക്ക് സർക്യൂട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫീഡ്ബാക്ക് സർക്യൂട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഇതാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഹാർട്ട്ലി ആണെങ്കിൽ 2 ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ആയിരിക്കും ഉണ്ടാവുക. ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L1 L2 ആണ് ഇൻഡക്ടർ, C ആണ് കപ്പാസിറ്റർ. ഇപ്പൊ L1 L2 C. അപ്പൊ ഹാർട്ട്ലിയിൽ 2 ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ആയിരിക്കും ഉണ്ടാവുക. സോ എല്ലും സി ഉള്ള സർക്യൂട്ടിനെ നമ്മൾ ബേസിക്കലി എന്താ പറയാ? നമ്മൾ അതിനെ പറയുന്ന പേര് ടാങ്ക് സർക്യൂട്ട് എന്നാണ്. എല്ലും സി ഉള്ള സർക്യൂട്ടിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ടാങ്ക് സർക്യൂട്ട്. സോ ടാങ്ക് സർക്യൂട്ടിൽ ശരിക്കും എന്താ സംഭവിക്കുക? റെസൊണൻസ് ആണ് സംഭവിക്കുക. റെസൊണൻസ് കണ്ടീഷനിലാണ് അത് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുക. സോ റെസൊണൻസ് കണ്ടീഷനിൽ നമ്മൾ XL is equal to XC, റിയാക്ടൻസ് XL is equal to XC. റെസൊണൻസിൽ ഫ്രീക്വൻസി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 1/2π√LC ആണ് നോർമൽ ഇക്വേഷൻ. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ 1/2π√LC ആണ്. പക്ഷെ ഇവിടെ 2 L ഉള്ളത് കൊണ്ട് അതിന്റെ ഇക്വലന്റ് ഇൻഡക്ടൻസ് വേണം. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/2π√LTC. LT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഇക്വലന്റ്. സോ 1/2π√LTC ആണ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ. അതിൽ LT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് ഇൻഡക്ടൻസ്. ഇക്വലന്റ് ഇൻഡക്ടൻസ് എന്താവും? 2 എണ്ണം ഉള്ളത് കൊണ്ട് L1 + L2 ആണ് വരുന്നത്. സോ ഇതാണ് നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല. സോ ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓസിലേറ്റർ ഏതാണ്? കോൾപിറ്റ്സ്. അതും റേഡിയോ ഫ്രീക്വൻസി ആണ്, ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. സോ ഹാർട്ട്ലിയും കോൾപിറ്റ്സും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഹാർട്ട്ലിയിൽ നമ്മൾ 2 ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും യൂസ് ചെയ്തു. കോൾപിറ്റ്സിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ആയിരിക്കും യൂസ് ചെയ്യുക. നിങ്ങൾ സർക്യൂട്ട് നോക്കുക, ഫീഡ്ബാക്ക് സർക്യൂട്ട് നോക്കുക. സോ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സെക്ഷൻ. സോ ഫീഡ്ബാക്ക് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ആണ് വരിക. 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ആണ് വരിക. സോ നമ്മുടെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? 1/2π√L ഇൻറ്റു 2 കപ്പാസിറ്റൻസ് ഉള്ളത് കൊണ്ട് കപ്പാസിറ്റൻസിന്റെ ഇക്വലന്റ്. സോ 1/2π√L ഇൻറ്റു CT. 1/2π√L ഇൻറ്റു CT. CT എന്തായിരിക്കും? C1 C2 ഡിവൈഡ് ബൈ C1 + C2. C1 C2 ഡിവൈഡ് ബൈ C1 + C2 ആയിരിക്കും CT യുടെ വാല്യൂ വരിക. അപ്പൊ ഇതാണ് കോൾപിറ്റ്സിന്റെ കേസിലുള്ള ഇക്വലന്റ് ആയിട്ടുള്ള
കോൾപിറ്റ്സിന്റെ കേസിലുള്ള ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ, ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു സർക്യൂട്ട് തന്നാൽ ഹാർട്ട്ലി ആണോ കോൾപിറ്റ്സ് ആണോ എന്ന് മനസ്സിലാക്കാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്, ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്, ടാങ്ക് സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുക, എല്ലും സിയും ആണ് യൂസ് ചെയ്യുക, എല്ലും സിയും. അപ്പൊ എല്ല് 2 ഇൻഡക്ടറും 1 കപ്പാസിറ്ററും ആണെങ്കിൽ ഹാർട്ട്ലി, 2 കപ്പാസിറ്ററും 1 ഇൻഡക്ടറും ആണെങ്കിൽ കോൾപിറ്റ്സ്. ദെൻ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ സെയിം തന്നെയാണ്. ഇൻഡക്ടർ വരുമ്പോൾ ഇൻഡക്ടറിന്റെ ഇക്വലന്റ് വാല്യൂ വരും, കപ്പാസിറ്റർ ആണ് 2 വരുന്നതെങ്കിൽ അതിന്റെ ഇക്വലന്റ് വാല്യൂ വരും. അപ്പൊ അതാണ് ഹാർട്ട്ലി കോൾപിറ്റ്സ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. The oscillator circuit shown in the figure is. The oscillator circuit shown in the figure is. നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. സോ ഇവിടെ BJT സെക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഈ സെക്ഷൻ ഏതാണ്? BJT വെച്ചിട്ടുള്ള ആംപ്ലിഫയർ സെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ആംപ്ലിഫയർ സെക്ഷനെ കുറിച്ചല്ല നമ്മൾ ബോധേഡ് ആവേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്ഷൻ ഏതാണ്? ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. സോ നമ്മൾ മെയിൻലി ഫീഡ്ബാക്ക് സർക്യൂട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഓസിലേറ്റർ ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഫീഡ്ബാക്ക് സർക്യൂട്ട് നോക്കുക. അപ്പൊ ഇത് ഏത് ഓസിലേറ്റർ ആണെന്നുള്ളതും അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും ആണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹാർട്ട്ലി ആണോ കോൾപിറ്റ്സ് ആണോ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ എന്താ ഉള്ളത് നോക്കുക. ഒരു ഇൻഡക്ടർ ഉണ്ട് അല്ലെ, ഒരു ഇൻഡക്ടർ ഉണ്ട്. കപ്പാസിറ്റർ എത്ര ഉണ്ട്? 2 കപ്പാസിറ്റർ ഉണ്ട്. ഇപ്പൊ 2 കപ്പാസിറ്റർ 1 ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ കൺക്ലൂഡ് ചെയ്യാം 2 കപ്പാസിറ്റർ 1 ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് കോൾപിറ്റ്സ്. സോ ദിസ് ഈസ് കോൾപിറ്റ്സ്. ഓക്കെ, സോ ഇത് കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ്. കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇനി കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണെന്ന് മനസ്സിലായാൽ നമുക്ക് ഓപ്ഷൻ ബി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. ബി അല്ലെങ്കിൽ ഡി. എയും സിയും കട്ട് ചെയ്യാം. കാരണം എന്താ? രണ്ടും ഹാർട്ട്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല, 2 കപ്പാസിറ്റർ 1 ഇൻഡക്ടർ ആയതുകൊണ്ട് കോൾപിറ്റ്സ് ആണ്. ഇനി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കണം. സോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് 1/2π√L into CT. L into CT. What is CT? C1 C2 divided by C1 plus C2. So C1ന്റെയും C2ന്റെയും വാല്യൂ 2 ആണ്. C1ഉം C2. So C1 C2 divided by C1 plus C2. So 2 into 2 ഡിവൈഡ് ബൈ 2 plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എത്ര വരും? CT ഈസ് 1 പൈക്കോഫാരഡ് വരും. 1 പൈക്കോഫാരഡ് ആണ് CT വരിക. എല്ലിന്റെ വാല്യൂ 10 മൈക്രോ ഹെൻറി ആണ്. 10 മൈക്രോ ഹെൻറി ആണ് എല്ലിന്റെ വാല്യൂ. സോ എല്ലിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CTയുടെ വാല്യൂ 1 പൈക്കോഫാരഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കിട്ടും. സോ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അറൌണ്ട് 50.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. കോൾപിറ്റ്സ് ഓസിലേറ്റർ വിത്ത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 50.3 മെഗാഹെർട്സ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിന്റെ ഒരു സൈസ് കണ്ടിട്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സർക്യൂട്ട് കിട്ടിയാൽ ഓസിലേറ്റർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫീഡ്ബാക്ക് സർക്യൂട്ട് നോക്കുക. നിങ്ങൾ ആ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നിന്ന് അത് ഏത് ഓസിലേറ്റർ ആണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ എക്സ്പ്രഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ലുള്ളത് ഹാർട്ട്ലി ഉണ്ട്, വീൻബ്രിഡ്ജ് ഉണ്ട്, ക്രിസ്റ്റൽ ഉണ്ട്. ഹാർട്ട്ലി ഉണ്ട്, വീൻബ്രിഡ്ജ് ഉണ്ട്, ക്രിസ്റ്റൽ ഉണ്ട്. ലിസ്റ്റ് 2ൽ നോക്കാം. ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉണ്ട്, സ്റ്റേബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ ഉണ്ട്, റിലാക്സേഷൻ ഓസിലേറ്റർ ഉണ്ട്, നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ ഉണ്ട്. ഒരു 5 ലിസ്റ്റ് 2ൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഏത് കാറ്റഗറിയാന്നുള്ളതാണ് ലിസ്റ്റ് 2ന്ന് പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ലിസ്റ്റ് 1ൽ നോക്കുക. ഹാർട്ട്ലി ഓസിലേറ്റർ. ഹാർട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫ്രീക്വൻസിയാ? ലോ ഫ്രീക്വൻസി ആണോ ഹൈ ഫ്രീക്വൻസി ആണോ? ഹാർട്ട്ലി ഈസ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആണ്. സോ ഹാർട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് വരുന്നത്. ഓക്കെ, സോ എക്ക് 2. ഹാർട്ട്ലി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഇനി വീൻബ്രിഡ്ജ് ഓസിലേറ്റർ, സെക്കൻഡ് വൺ. ലിസ്റ്റ് 1ൽ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ. വീൻബ്രിഡ്ജും RC ഫേസ് ഷിഫ്റ്റും ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ് അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. സോ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ ഏതാണ്? ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 വീൻബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഇനി മൂന്നാമത് ക്രിസ്റ്റൽ ആണ്. ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ഓസിലേറ്റർ സംഭവം
ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ തന്നെയാണ്. പക്ഷെ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ലിസ്റ്റ് 2-ലുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ് എ സ്റ്റേബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ. അതായത് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. സോ നമുക്ക് ഓപ്ഷൻ ഏതെടുക്കാം? സ്റ്റേബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്താണ്? C3 ആണ്. സ്റ്റേബിൾ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. സോ A2 B1 C3 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ്, കാര്യങ്ങൾ, കൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓസിലേറ്റർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.